ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ക്ലോത്ത് ബൈ റോസ്. ഇന്നപ്പോൾ ഒരു സ്കേർട്ടിൻ്റെയും ടോപ്പിൻ്റെയും വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. ഞാനൊരു 5ലും 6ലും ഒക്കെ പഠിച്ചിരുന്ന ടൈമിൽ വളരെ ട്രെൻഡിങ് ആയിട്ട് പോയിരുന്ന ഒരു മോഡലാണ് ഹാൻഡ് കർച്ചീഫ് മോഡൽ എന്നുള്ളത്. പക്ഷേ ഞാൻ അടിഭാഗമൊക്കെ ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന ഒരു മോഡല്. അപ്പോൾ ആ ഒരു ഡിസൈൻ ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു റയോൺ ഫാബ്രിക് ആണ് സ്കേർട്ടിന് വേണ്ടിയിട്ട് എടുത്തത്. ഇതൊരു കോഫി ഷെയ്ഡാണ് വരുന്നത്. നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ്. ഞാനപ്പോൾ അതുകൊണ്ട് ലൈനിങ് ഒന്നും ഇതിൽ യൂസ് ചെയ്യണില്ല. അതിന് വേണ്ടിയിട്ട് എടുത്താണ് മെറ്റീരിയൽ. ഈ ഒരു നെറ്റ് ഫാബ്രിക് ആണ് കേട്ടോ, വൈറ്റ് കളറാണ് വരുന്നത്. അതിൽ ത്രൂ ഔട്ട് ഈ ഒരു ഡിസൈൻ ആണ് അതിന് വന്നത്. സ്കേർട്ട് ചെയ്യുന്ന മോഡൽ തന്നെയാണ് കേട്ടോ ഇതിൽ വരുന്നത്. ചെറിയൊരു വ്യത്യാസം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അംബ്രല്ല സ്കേർട്ടിലാണെങ്കിൽ അടിഭാഗം നമ്മളൊന്ന് റൗണ്ട് ചെയ്തിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതിലങ്ങനെയല്ല, പക്ക സ്ക്വയർ വരും. അപ്പൊ അതുകൊണ്ടാണ് ഇതിന് ആ ഒരു ഹാൻഡ് കർച്ചീഫ് മോഡൽ എന്നുള്ള ഒരു പേര് കിട്ടിയത്. അപ്പൊ തൂവാനാണെങ്കിൽ പക്ക സ്ക്വയർ അല്ലേ 4 ഭാഗം വരുന്നത്. അതുപോലെ തന്നെയാണ് ഈ ഒരു സ്കേർട്ടിലും അടിഭാഗം പക്ക സ്ക്വയർ വരുന്നതുകൊണ്ടാണ് അതിങ്ങനെ തൂങ്ങി കിടക്കുന്നത്. അപ്പൊ അതിന്റെ കട്ടിങ് സ്റ്റിച്ചിങ്ങും കാണാം. ആദ്യമേ തന്നെ ഞാൻ അതിൻ്റെ മെഷർമെൻറ്റ്സ് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ വേസ്റ്റ് റൗണ്ട് വരുന്നത് 32 ഇഞ്ചാണ്. അപ്പോൾ ആ 32 ഇഞ്ചിനെ 4 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാണ് ചെയ്യണത്. ഇത് നമ്മൾ ഫുൾ സർക്കിളായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ 8 ഇഞ്ച് കിട്ടും. ആ 8 ഇഞ്ചിൻ്റെ കൂടെ നമ്മളൊരു സീം എലവൻസ് ഒരു 1 ഇഞ്ച് ആഡ് ചെയ്തിട്ട് 9 ഇഞ്ചാണ് നമ്മളുടെ വേസ്റ്റിൻ്റെ റൗണ്ട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ മാർക്കിങ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 4 ആക്കിയിട്ടാണ് ഫോൾഡ് ചെയ്തിടണത്. അപ്പോൾ ആ കോർണർ ഭാഗം ഉണ്ടല്ലോ നമ്മുടെ ഫോൾഡിങ് വരുന്നത്, അവിടെ നമ്മൾ 9 ഇഞ്ച് മാർക്ക് ചെയ്യുക, റൗണ്ട് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാനൊരു റൗണ്ട് ഓഫ് മെഷർമെൻറ്റ് പറയാം. 32 ഇഞ്ച് ആണെങ്കിൽ ഒരു 2 ഇഞ്ച് വേസ്റ്റ് ബാൻഡിന് കുറച്ചിട്ട് 30 ഇഞ്ച് നമ്മൾ ആ 9 ഇഞ്ചിൻ്റെ റൗണ്ട് മുതൽ നമ്മൾ 30 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ സ്ക്വയർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. അതിനുശേഷമാണ് അത് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഫോൾഡിങ് വരുന്നത് എങ്ങനെയാണെന്ന് ഒന്നും കൂടി കാണിച്ചു തരാം. ഇതുപോലെ നമ്മൾ ആദ്യം 2 മടക്കിയിട്ടു. അതിനുശേഷം നമ്മൾ ഇതുപോലെ തിരിച്ചിട്ടിട്ട് വെർട്ടിക്കലിയും ഹൊറിസോണ്ടലിയും നമ്മൾ മടക്കിയിട്ട് 4 മടക്കിയിടാണ് ചെയ്യണത്. അതിനുശേഷം നമ്മളുടെ ഈ മടക്കേൻ്റെ ഒരു കോർണർ പോർഷൻ ഉണ്ടല്ലോ, അവിടെ നിന്ന് നമ്മൾ 9 ഇഞ്ച് റൗണ്ട് വരത്തക്ക രീതിയിൽ മെഷർമെൻറ്റ് എടുത്തിട്ട് നമ്മൾ മാർക്ക് ചെയ്യുക. ശേഷം ആ 9ൽ നിന്നിട്ട് 30 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ നമ്മൾ സ്ക്വയർ വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അംബ്രല്ല ആണെങ്കിൽ നമ്മൾ റൗണ്ട് പോർഷനായിട്ടാണ് വരയ്ക്കുക. പക്ഷേ ഇതിലങ്ങനെയല്ല, നമ്മൾ സ്ക്വയർ ആയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ശേഷം നമ്മൾ വേസ്റ്റ് ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പക്ക ഒരു തുവാലയുടെ ഷേപ്പ് ഉണ്ടല്ലോ, ആ ഒരു ഷേപ്പ് വരും. അപ്പോൾ മെയിൻ പീസിൽ നമ്മൾ ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ 4 മടക്കിയിടാം. അപ്പോൾ എൻ്റെ ഫുൾ ലെങ്ത്ത് വരുന്നത് 30 ഇഞ്ചല്ല കേട്ടോ, എൻ്റെ 25 ഇഞ്ചാണ്. അപ്പോൾ 2 ഇഞ്ച് ബാൻഡിന് കൊടുക്കുക. ബാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലാസ്റ്റിക്കാണ് വെച്ച് കൊടുക്കുന്നത്. അതിനുശേഷം ബാലൻസ് കുറച്ചിട്ട് 23 ഇഞ്ചാണ് എൻ്റെ ലെങ്ത്ത് വരുന്നത്. ഇനി നമുക്ക് വേസ്റ്റിൻ്റെ റൗണ്ട് 9 ഇഞ്ച് കണ്ടുപിടിക്കണം. അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ ഒരു 4 ഇഞ്ച് റൗണ്ടിൽ, അതായത് ആ കോർണറിൽ നിന്ന് 4 ഇഞ്ച് ലെങ്ത്ത് പിടിച്ചിട്ട് നമ്മൾ ഇതുപോലെ റൗണ്ട് ചെയ്ത് കൊടുത്തപ്പോൾ 7 ഇഞ്ചാണ് വന്നത്. അപ്പോൾ എനിക്ക് 9 ഇഞ്ച് കിട്ടിയില്ല. അപ്പോൾ ഞാൻ ഒന്നും കൂടി ഒരു 5 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് ഈ ഒരു മാർക്കിങ് ഞാൻ ഒരു ഇക്വേഷൻ ത്രൂ ഒന്നല്ല ചെയ്യണത്. നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ ഇതുപോലെ റൗണ്ട് ചെയ്തിട്ട് നമ്മൾ മെഷർമെൻറ്റ് ചെയ്ത് നോക്കുകയാണ് ചെയ്യണത്. അപ്പോൾ 9 ഇഞ്ച് കൃത്യത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു മെഷർമെൻറ്റ് കറക്റ്റാണ്. ശേഷം ആ 9 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തൊന്ന് 23 ഇഞ്ചും അതിനൊരു മടക്കടിക്കാനുള്ളൊരു സീം അലവൻസ് കൂടി കൂട്ടിയിട്ട് ഞാനൊന്ന് കുറച്ചൊരു 23.5 ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ അത് സ്ട്രെയിറ്റ് നമ്മൾ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യാണ് ചെയ്യണത്. നേരത്തെ ഞാൻ പേപ്പർ പാറ്റേണിൽ കാണിച്ചു തന്ന പോലെ തന്നെ അതൊരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുക. ശേഷം അത് കട്ട് ചെയ്തെടുക്കാം. വേസ്റ്റിൻ്റെ റൗണ്ട് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതൊന്ന് മെഷർ ചെയ്തെടുക്കണം. 9 ഇഞ്ചിലാണ് നമ്മളത് കട്ട് ചെയ്തെടുത്തേണ്ടത്. അപ്പം നിവർത്തിയിട്ടിട്ട് നമ്മൾ ചെയ്യുമ്പോൾ 18 ഇഞ്ച് നമ്മൾക്ക് ഫോൾഡ് ചെയ്തിട്ടുള്ളത് കിട്ടും. 36 ഇഞ്ചാണ് അപ്പം അതിൻ്റെ ഒരു ലെങ്ത്ത് വരുന്നത്. അപ്പോൾ ഞാൻ ഇതുപോലെ നമ്മൾ ബാലൻസ് ഉള്ള മെറ്റീരിയൽ ഫോൾഡ് ചെയ്തെടുത്തിട്ട് 4 ഇഞ്ച് വിഡ്ത്തിലും 36 ഇഞ്ച് നമ്മളുടെ ലെങ്ത്തിലും ഞാനതൊരു കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഫോൾഡ് ചെയ്തിട്ട് ഞാനൊരു 19 ഇഞ്ചിലാണ് കട്ട് ചെയ്തത്. കാരണം നമുക്ക് കൂട്ടി യോജിപ്പിക്കാനായിട്ടൊരു സീം അലവൻസ് വേണമല്ലോ. അതുകൊണ്ട് 19 ഇഞ്ച് ഫോൾഡ് ചെയ്തിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ 37 ഇഞ്ച് വരും നമ്മളുടെ ഒരു ഏകദേശം ഒരു ലെങ്ത്ത് കേട്ടോ. അതിനുശേഷം നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ചാൽ ആ 4 ഇഞ്ചിൻ്റെ ബാൻഡ് ഉണ്ടല്ലോ, അത് ഇതുപോലെ കൂട്ടി യോജിപ്പിക്കുക. ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ ആ ഹാൻഡ് കർച്ചീഫ് സ്കേർട്ടിലോട്ട്, അതായത് സൈഡൊന്നും നമുക്ക് അടിക്കാനില്ല, ഫുൾ സർക്കിളിൽ ഇട്ട് കട്ട് ചെയ്ത കാരണം സൈഡ് വരില്ല കേട്ടോ സ്റ്റിച്ച് ചെയ്യാൻ. എന്നിട്ട് നമ്മൾ അതിൻ്റെ റോങ് സൈഡ് എടുക്കുക. റോങ് സൈഡിൽ നമ്മുടെ ബാൻഡിൻ്റെ റൈറ്റ് സൈഡ് വെച്ചിട്ട്, അതായത് നല്ല വശത്തിനോട് കൂടിയിട്ട്, ബാൻഡിൻ്റെ നല്ല വശത്തിനോട് കൂടിയിട്ട് പാവാടയുടെ പൊട്ടവശം വെച്ചിട്ട് നമ്മൾ ഇതുപോലെ നമ്മൾ ഫുള്ള് ആ ഒരു വേസ്റ്റ് ബാൻഡ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ.
നിങ്ങൾക്കിപ്പോൾ വിട്ട് കുറവുള്ള മെറ്റീരിയലാണ് കിട്ടിയത്, ഇതുപോലെ നമുക്ക് ഫുൾ സർക്കിളിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റിയില്ല വെച്ച് കഴിഞ്ഞാൽ സൈഡിൽ ഒരു ജോയിനിങ് വരും, അതൊന്ന് ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇത് നമ്മൾ ബാൻഡ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മളൊന്ന് തിരിച്ചിട്ട് കഴിഞ്ഞതിന് ശേഷം ബാൻഡ് സ്റ്റിച്ച് ചെയ്തെടുത്ത ഒരു സീം അലവൻസ് ഉണ്ടല്ലോ, അത് നമ്മൾ ആ ബാൻഡിൻ്റെ സൈഡോട് കൂടിയിട്ടൊന്ന് പതിച്ചടിക്കണം. അതിന് ശേഷം നമ്മൾ ഇതുപോലെ മറച്ചടിച്ച് ബാൻഡ് ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ബാൻഡ് ഇങ്ങനെ വെച്ചടിക്കുമ്പോൾ അതിൻ്റെ എൻഡ് പോർഷൻ ഒന്ന് ആദ്യമേ തന്നെ ഒന്ന് മടക്കിടിച്ച് കൊടുക്കണമെങ്കിൽ കൊടുക്കാം, ഇല്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യണോട് കൂടിയിട്ട് മടക്കിയാലും മതിയാവും. ഞാനപ്പോൾ ആദ്യമേ തന്നെ ഒന്ന് മടക്കിയടിച്ചിട്ടുണ്ട്. ശേഷം ഇതുപോലെ നമുക്ക് ഇലാസ്റ്റിക് കടത്തി വിടാനുള്ള ഒരു ഗ്യാപ്പ് വിട്ടിട്ട് ആ ഒരു ബാൻഡ്, അതായത് 1 ഇഞ്ചോളം നമ്മൾ ഗ്യാപ്പ് വിട്ടിട്ട് ബാൻഡ് നമ്മുടെ സ്കേർട്ടിനോട് കൂടിയിട്ട് പതിച്ചടിക്കുകയാണ് ചെയ്യണത് കേട്ടോ. പെട്ടെന്ന് തന്നെ ഇതിൻ്റെ സ്റ്റിച്ചിങ് തീരും, കാരണം നമുക്ക് സിബോ അല്ലെങ്കിൽ വേസ്റ്റ് ബാൻഡോ നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുന്ന ബാൻഡോ ഒന്നല്ല വരുന്നത്, ഇലാസ്റ്റിക്കൊക്കെയാണ് വരുന്നത്. പിന്നെ സൈഡിൽ സ്റ്റിച്ചിങ് വരുന്നില്ല, ലൈനിങ് വരുന്നില്ല. അതുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു സ്കേർട്ട് നല്ല കട്ടിയുള്ള റയോണാണ് എടുക്കണമെങ്കിൽ ഈ സ്കേർട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് സ്റ്റിച്ചിങ് ചെയ്ത് തീരും കേട്ടോ. ഈ ബാൻഡ് സ്റ്റിച്ച് ചെയ്ത് അവസാനം എത്തുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ട് തന്നെ 1 ഇഞ്ച് നമ്മളൊരു ഗ്യാപ്പ് വിടാം, കാരണം നമുക്ക് ഇലാസ്റ്റിക് കയറ്റി വിടാനാണ്. അപ്പോൾ 2 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കാണ് ഞാൻ എടുത്തത്. അത് ഞാൻ 27 ഇഞ്ച് 32 ഇഞ്ചാണ് എൻ്റെ വേസ്റ്റ് റൗണ്ട് വരുന്നത്. അതിൽ നിന്ന് നമ്മളൊരു 5 ഇഞ്ച് കുറച്ചിട്ട് ഞാൻ 27 ഇഞ്ചിൽ ഞാൻ ഇലാസ്റ്റിക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം സേഫ്റ്റി പിൻ യൂസ് ചെയ്തിട്ട് നമ്മൾ ഇത് കയറ്റി വിടാണ് ചെയ്യണത് കേട്ടോ. ഇലാസ്റ്റിക് ഒരുവിധം നമ്മൾ ജോയിൻ ചെയ്തതിന് ശേഷം ഇതുപോലെ 2 സൈഡും പിടിച്ചിട്ട് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതിനുശേഷം നമ്മൾ ഫുൾ ഇലാസ്റ്റിക് കയറ്റിയതിന് ശേഷം നമ്മൾ ഇലാസ്റ്റിക് കയറ്റി വിടാനൊരു ഗ്യാപ്പ് കിട്ടുമല്ലോ, അത് ഇതുപോലെ ജോയിൻ ചെയ്യിപ്പിച്ചതിന് ശേഷം അടിഭാഗം കൂടി മടക്കി അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സ്കേർട്ട് റെഡിയാണ്. അപ്പോൾ അതിൻ്റെ ഫൈനൽ ലുക്ക് പറഞ്ഞത് ഇതാണ് കേട്ടോ. നമ്മളൊരു വൈറ്റ് ടോപ്പിൻ്റെ കൂടെയാണ് ഇത് പെയർ ചെയ്തത്. അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ നാളെ അപ്ലോഡ് ചെയ്യാം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്